വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഭീമ കൊറേഗാവ് കേസിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗൗതം നവ്ലാക്കയ്ക്ക് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വീട്ടുതടങ്കലിൽ കഴിഞ്ഞിരുന്നതിനാൽ 20 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് നവ്ലാക്കയോട് കോടതി നിർദ്ദേശിച്ചു. ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി ചേരുന്നത് ലീഗൽ ഡെസ്കിൽ നിന്ന്. ശ്യാം, കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഈ ഭീമ കൊറേഗാവ് കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ആളുകൾ അനുഭവിച്ചത് എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ടായിരുന്നു. അതിൽ തെലുഗു കവി വരവററാവു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ ഗൗതം നവ്ലാക്കയ്ക്ക് എന്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്? ഗൗതം നവ്ലാഖയുടെ കേസിൽ നേരത്തെ ബോംബെ ഹൈക്കോടതി ഭീമ കൊറേഗാവ് കേസിലെ പ്രതിയാണ് സാമൂഹിക പ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ ഗൗതം നവ്ലാഖ. ഇദ്ദേഹത്തിന് നേരത്തെ ബോംബെ ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു. എന്നാൽ ഈ ജാമ്യത്തിനെതിരെ ഈ കേസിന്റെ അന്വേഷണ ഏജൻസിയായ NIA സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. തുടർന്ന് സുപ്രീം കോടതി ഒരു സ്റ്റേ ബോംബെ ഹൈക്കോടതി വിധിക്ക് നൽകിയിരുന്നു. എന്നാൽ ഈ സ്റ്റേ തുടരാൻ ഇപ്പോൾ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുന്നു. ഈ സ്റ്റേ നീക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. കാരണം 2020 ഗൗതം നവ്ലാഖ നേരത്തെ അറസ്റ്റിലായത്. തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇദ്ദേഹത്തെ വീട്ടുതടങ്കലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. 2022 മുതൽ വീട്ടുതടങ്കലിലാണ് ഗൗതം നവ്ലാഖ. അങ്ങനെ വീട്ടുതടങ്കലിൽ കഴിയവെയാണ് ആ വീട്ടുതടങ്കൽ ആവശ്യമില്ല, അദ്ദേഹത്തിന് ജാമ്യം നൽകണം. കാരണം ഗൗതം നവ്ലാഖയ്ക്കെതിരെ കാര്യമായ തെളിവുകളില്ല. ഇങ്ങനെ അനിശ്ചിതകാലത്തേക്ക് ഒരാളെ ജയിലിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ പാർപ്പിക്കേണ്ട കാര്യമില്ല എന്ന് നിരീക്ഷിച്ച് ഹൈക്കോടതി ഗൗതം നവ്ലാഖയ്ക്ക് നേരത്തെ ജാമ്യം നൽകിയിരുന്നത്. ഇക്കാര്യം ഇതേ ഹൈക്കോടതി വിധി പരിശോധിക്കേണ്ട കാര്യമില്ല, അത് ശരിയാണ് എന്ന കാര്യമാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തത്. ജസ്റ്റിസുമാരായ MM സുന്ദരേഷൊപ്പം SVN ഭട്ടി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഗൗതം നവ്ലാഖയുടെ ജാമ്യത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന സ്റ്റേ നീക്കിയത്. ഗൗതം നവ്ലാഖ 20 ലക്ഷം രൂപയാണ് ഇത് സംബന്ധിച്ച ജാമ്യ തുകയായി കെട്ടിവെക്കുകയും ചെയ്യേണ്ടത്. നിരവധി നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വരവററാവു ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രവർത്തകരെ ഭീമ കൊറേഗാവ് കേസിൽ പല ഘട്ടങ്ങളിലായി പ്രതി ചേർത്തിരുന്നു. അവർക്കെല്ലാം സുപ്രീം കോടതി ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നേരത്തെ ബോംബെ ഹൈക്കോടതി നൽകിയ ജാമ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന സ്റ്റേ നീക്കുകയും ചെയ്തു. അതായത് നിലവിൽ ഇനി മുതൽ ഗൗതം നവ്ലാഖ കസ്റ്റഡിയിലല്ല, NIA കസ്റ്റഡിയിലല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഗൗതം നവ്ലാക്കയ്ക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ്. ഭീമ കൊറേഗാവ് കേസിൽ മറ്റൊരു സാമൂഹിക മനുഷ്യാവകാശ പ്രവർത്തകന് കൂടി സുപ്രീം കോടതിയുടെ ഇടപെടലോടെ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്യാം ദേവരാജ്. ശ്യാം, തുടരുക.